ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഫൈബർ കണ്ടന്റും അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള റാഗി വെച്ചിട്ടുള്ളൊരു റാഗി സ്മൂത്തിയുടെ റെസിപ്പിയാണ്. ഷുഗർ ഉള്ളവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്മൂത്തിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഒരു റാഗി സ്മൂത്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു ചിയാ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ചിയാ സീഡിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്കസും ചേർക്കാവുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കുക ഈ ഒരു ചിയാ സീഡായിരിക്കും. ഇനിയിപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു 6 കാഷ്യൂനട്ട് ഞാൻ ഇതുപോലെ ചെറിയ ചൂടുള്ള വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 250 ml കപ്പിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കിട്ടണം. ഇതിപ്പോൾ ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതുപോലെ ഒരു ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു റാഗി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ റാഗി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് അതൊന്ന് അരച്ചെടുത്താലും മതി. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആദ്യം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഈ ഒരു ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കട്ട കെട്ടാതെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വേഗം കുറുകുകയും ചെയ്യും, ആ ഒരു റോ ടേസ്റ്റ് ഒന്നും മാറി കിട്ടുകയില്ല. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതുപോലെ ഈ ഒരു കട്ടിക്കൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഒരുപാട് തിക്കായിട്ടൊന്നും കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതുപോലെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇതുപോലെ ചൂടാറി വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു കുറുക്കി എടുത്തിട്ടുള്ള റാഗി മിക്സ് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു വലിയ ആപ്പിളാണ് കേട്ടോ. ഈ ഒരു ആപ്പിളിൻ്റെ തൊലി മൊത്തം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി നമുക്കിതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഈന്തപ്പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടുള്ള ഈന്തപ്പഴമാണ്. ഒരു 6 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് കുറച്ചൊരു ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തിയതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഈന്തപ്പഴം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തൊലി കളഞ്ഞതിന് ശേഷം ഒരു 3 ഏലക്കയുടെ കുരു ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം വേണം ബാക്കി പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്കി പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് പാലാണ് കേട്ടോ ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. മൊത്തം 500 ml പാലാണ് നമ്മൾ ഇതിലോട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാൽ കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗളിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം. ഈ ഒരു പാൽ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ചിയാ സീഡ് കൂടി ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ടൈഗറിൻ്റെ ബദാം മിക്സ് ആണ് കേട്ടോ. ഒരു 4 ഡ്രോപ്പ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടും നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷണലാണ്. നല്ലൊരു കളറിനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് ഞാനിവിടെ ഗ്ലാസ്സിലോട്ട് അങ്ങ് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.